വെൽക്കം ബാക്ക് ടു ചിത്രവസ്ത്രയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഫീമെയിൽ ക്രോക്കി എങ്ങനെ വരയ്ക്കാം എന്ന് പഠിക്കാം. കഴിഞ്ഞ ട്യൂട്ടോറിയൽസിലായിട്ട് ഫീമെയിൽ ആൻഡ് മെയിൽ ബ്ലോക്ക് ഫിഗർ ആയിരുന്നു നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ബ്ലോക്ക് ഫിഗറിൻ്റെ ഉള്ളിൽ ഒരു ഷേപ്പ് എങ്ങനെ വരച്ചെടുക്കാം എന്നുള്ളത് പഠിക്കാമെന്നല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫീമെയിൽ ക്രോക്കി വരയ്ക്കാൻ പഠിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നമ്മൾ ഫീമെയിൽ ബ്ലോക്ക് ഫിഗറും മെയിൽ ബ്ലോക്ക് ഫിഗറും വരയ്ക്കാൻ നമ്മൾ പഠിച്ചു കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ബോഡി ഷേപ്പ് വരച്ചെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഞാൻ ഓൾറെഡി വരച്ച് വെച്ച ഒരു ഫീമെയിൽ ബ്ലോക്ക് ഫിഗറാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഫീമെയിൽ ഫ്ലഷ് ഫിഗർ എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഷേപ്പ് വരച്ചെടുക്കുകയാണ് കേട്ടോ.
അങ്ങനെ നമ്മുടെ ഫീമെയിൽ ക്രോക്കി റെഡി ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു 8 ഹെഡ്, 9 ഹെഡ്, 10 to 12 ഹെഡ്, അങ്ങനെ പല രീതിയിൽ വരയ്ക്കുന്നവരുണ്ട് അല്ലേ. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞങ്ങളെ പഠിപ്പിച്ച രീതിയാണ് ഞാനിവിടെ കാണിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത് എന്നുള്ളത് നിങ്ങൾ ഷെയർ ചെയ്യുക. നമുക്കിങ്ങനെ പരസ്പരം നോളജ് ഷെയറൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോവാം കേട്ടോ. അപ്പോൾ പലർക്കും ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടാവും, എന്നാൽ എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ആദ്യം ഇത് ക്രോക്കി വരയ്ക്കാൻ പഠിക്കണം എന്നുള്ളതാണ്. ഞങ്ങൾ തന്നെ ഒരുപാട് തവണ പഠിച്ച് ഒരുപാട് തവണ റീഡു ചെയ്തിട്ടാണ് ഇതിങ്ങനെ കുറച്ചെങ്കിലും ശരിയായ രീതിയിൽ വരയ്ക്കാൻ പഠിച്ചത്. എന്നാൽ തന്നെ അവിടെ ഇവിടെ ഞങ്ങൾക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരാറുണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത് കേട്ടോ. അപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ നമ്മളാരും ഹാൻഡ് സ്കെച്ചിങ് കുറവാണ്, കൂടുതലും ഡിജിറ്റൽ ഇല്ലസ്ട്രേഷനാണ് ചെയ്യാറ്. അപ്പോൾ ക്രോക്കി വരച്ചെടുത്ത് അങ്ങനെ പഠിക്കുന്നത് എനിക്കറിയൂല ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നവരുണ്ടോ എന്നുള്ളത്. ഞാൻ കൂടുതലും ഡിജിറ്റൽ ഇല്ലസ്ട്രേഷനാണ് ചെയ്യാറ്. അപ്പോൾ ക്രോക്കി ഇങ്ങനെ ഹാൻഡ് ഇല്ലസ്ട്രേഷൻ ചെയ്യുന്നത് കുറവാണ് സത്യത്തിൽ. പക്ഷേ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ചിത്രവസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കൊണ്ട് എനിക്കുള്ള ഒരു ഉപകാരം എന്താ വെച്ചാൽ ഇതെല്ലാം എനിക്കൊരു റിവിഷനാണ്. ഞാൻ പഠിച്ചത് ഞാനിപ്പം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ഒരു രീതിയിൽ തന്നെ വേണം പോകാനല്ലേ. നമ്മൾ ആദ്യം ബേസ് സ്ട്രോങ് ആക്കണം, ഫൗണ്ടേഷൻ സ്ട്രോങ് ആവണം, എന്നാൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഫൗണ്ടേഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയൂല. അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് പൈസ കൊടുത്ത് കാശ് ചിലവാക്കിയിട്ട് പഠിച്ച കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതുപോലെ കിട്ടും അല്ലേ. ഞാനിങ്ങനെ ഒരുപാട് യൂട്യൂബിലുള്ള മറ്റുള്ള ആർട്ടിസ്റ്റുകളെ ഫോളോ ചെയ്തിട്ടും ഡിസൈനേഴ്സിനെ ഫോളോ ചെയ്തിട്ടും പല കാര്യങ്ങളും ഞാനിപ്പോൾ പഠിക്കുന്നുണ്ട്. ഭയങ്കര ഉപകാരം തന്നെയാണ്. അപ്പോൾ എന്നെപ്പോലെയുള്ളവർക്കും ഞാനിങ്ങനെ പലതും പഠിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ട് എൻ്റെ അറിവ് കൂടെ ഷെയർ ചെയ്തുകൂടാ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പക്ഷെ എനിക്കൊരുപാട് എനർജി ഇപ്പം കിട്ടുന്നുണ്ട്. പലരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര ഫ്യൂവലാണ്. എനിക്ക് ഇനി ഇതുപോലത്തെ വീഡിയോസ് ഇടാൻ ഒരു എൻകറേജ്മെൻ്റ് ആണ് സത്യത്തിൽ. ഞാനൊരു ചെറിയ ഒരു വീഡിയോ ഇട്ടിരുന്നു, എൻ്റെ ഒരു ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട്. അതിൽ പലരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ ഒരാൾ വിന്നറായിട്ട് അനൗൺസ് ചെയ്തു ഇന്നലെ. ആളുടെ പേര് വിസ്മയ എന്നാണ്. ആ കുട്ടി എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. എനിക്ക് മെയിൽ റിസീവ് ആയിട്ടുണ്ട്, അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ കുട്ടിക്ക് ഗിഫ്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ അയക്കുന്നതായിരിക്കും കേട്ടോ. വിസ്മയ ഇത് കാണുന്നുണ്ടോന്നറിയില്ല, പക്ഷേ വിസ്മയ എൻ്റെ അടുത്ത് പറഞ്ഞത് പൊതുവേ എല്ലാ വീഡിയോസും കാണാറുണ്ട്, കുട്ടി പഠിക്കാറുണ്ടെന്നാണ്. അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇതുപോലത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോസ് ഇടുന്നത്. അതെനിക്കൊരു ഫ്യൂവൽ തന്നെയാണ്. അപ്പോൾ കൂടുതൽ ലൈക്സും അതുപോലെ തന്നെ കമൻസൊക്കെ കിട്ടുമ്പോഴാണ് ഇതെങ്ങനെ മുന്നോട്ട് പോകണം എന്ന് എനിക്ക് മനസ്സിലാവുക. ഞാനിപ്പോൾ 2 ചെയ്യുന്നുണ്ടല്ലോ. ആദ്യം വെറുതെ ഒരു ഡിജിറ്റൽ ഇല്ലസ്ട്രേഷൻ പ്രോക്രിയേറ്റ് ട്യൂട്ടോറിയൽ എന്നുള്ള രീതിയിൽ മാത്രം തുടങ്ങിയൊരു ചാനലായിരുന്നു ഇത്. പിന്നീട് പലരും പറഞ്ഞിട്ടാണ് ഞാൻ എന്താക്കിയത്, അത് മാറ്റി എൻ്റെ ഹാൻഡ് ഇല്ലസ്ട്രേഷനും കൂടെ ഇതിൽ ഉൾപ്പെടുത്താം എന്ന് തീരുമാനിച്ചത്. ആ കോഴ്സ് വേണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഒരു കോഴ്സായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഇപ്പം ഒന്നെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തെന്ന് വെച്ചാൽ 1-to-1 സെക്ഷൻ, ഒരു സൂം മീറ്റിലൂടെ ക്ലാസ് എടുക്കാം, പേഴ്സണലി ക്ലാസ് എടുക്കാം. അങ്ങനെ എനിക്ക് പറ്റുള്ളൂ. അല്ലാതെ എനിക്കൊരു ഒരു പ്ലാറ്റ്ഫോം റെഡിയാക്കി അതിൽ റെക്കോർഡഡ് സെക്ഷൻസ് വെച്ച് അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരുപാട് വർക്ക്സ് ഉണ്ട്. ഞാൻ അന്വേഷിച്ചിരുന്നു, അതെനിക്കിപ്പോൾ പോസിബിൾ അല്ല. ആകെ പോസിബിൾ ആയിട്ടുള്ള കാര്യം എനിക്ക് 1-to-1 സെക്ഷൻ വെക്കാം, നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം. അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു കോഴ്സ് ബണ്ടിലൊന്നും പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സോഴ്സ് ഇപ്പം ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഈ യൂട്യൂബ് ചാനലായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പലരും മലയാളികളല്ലാതെ പുറമേ നിന്നുള്ളവർ ചോദിക്കുന്നുണ്ട്. അവർക്ക് എനിക്കിപ്പോൾ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാന്ന് വെച്ചാൽ എൻ്റെത് മലയാളം ചാനലാണ്.
ഇപ്പോൾ മലയാളം ചാനൽ എന്ന് വെച്ചാൽ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് എനിക്ക് പേഴ്സണലി ക്ലാസ് കൊടുക്കാം എന്നല്ലാതെ വേറൊരു നിവർത്തി സത്യത്തിലില്ല. അല്ലെങ്കിൽ ഞാൻ വേറെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വേറെ രീതിയിൽ പോകേണ്ടി വരും. അതിനൊന്നും ഇപ്പം എനിക്ക് സമയവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ക്ലിനിക്കുണ്ട്, പേഷ്യൻസ് ഉണ്ട്. എനിക്ക് ഒഴിവ് സമയങ്ങളിലാണ് ഞാനിത് ഇങ്ങനെ മാനേജ് ചെയ്തിപ്പോൾ പോണത്. അതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് പ്രൊജക്ട്സ് കിട്ടുന്നുണ്ട്. വലിയൊരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര, ഞാൻ എക്സൈറ്റഡ് ആണ്. അതിൻ്റെ പിന്നാലെയുള്ള നടത്താണിപ്പം. അത് ഔട്ടായി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടാം. എന്താവും എന്നുള്ള അറിയില്ല. അത് ആ ഒരു ഗാർമെൻറ്റ് ശരിയായിട്ടേ ഞാനത് ഔട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ചാനലുണ്ട്, ഞാൻ ഇട്ടോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരും ഓക്കെയാണ്, അതിൽ അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. നമുക്ക് അത് ആ ഒരു പ്രൊജക്റ്റ് ഞാൻ ഷെയർ ചെയ്യാൻ റെഡിയാണ് കേട്ടോ. ആദ്യം വെയിറ്റ് ചെയ്യുക. നമുക്ക് ഇനി ഇതുപോലത്തെ അറിവുകൾ, ഞാൻ ഇതുപോലത്തെ റിയൽ ടൈം ഒരു ഡിസൈനറായി കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്നെപ്പോലുള്ളവരും ഉണ്ടാവുമല്ലോ, എന്ന് വെച്ചാൽ വേറൊരു ഷോപ്പിൽ പോയി ജോലി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരും ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു വർക്ക് ഓൾറെഡി ഒരു പ്രൊഫഷൻ ഉണ്ട് നിങ്ങൾക്ക്. ഇപ്പം എന്നെപ്പോലെ തന്നെ ഒരു ഡോക്ടറാണ്. ഡോക്ടേഴ്സിന് ഇപ്പോൾ പല രീതിയിൽ എനിക്കറിയാവുന്ന എൻ്റെ സീനിയർ ഡോക്ടേഴ്സ് ഉണ്ട്, ഇതുപോലെ ആർട്ടിസ്റ്റുകളായിട്ട്. അവർ മ്യൂറൽ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്ത് എക്സിബിഷനൊക്കെ നടത്തി അടിപൊളിയായിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ കലാപരമായിട്ടുള്ള കഴിവുകളുള്ള ഒരുപാട് പ്രൊഫഷണൽസ് നമുക്കിടയിലുണ്ട്. അങ്ങനെയുള്ളവർക്കും മുന്നോട്ട് വരാം. അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് കടക്കാം അല്ലേ. നമ്മുടെ ക്ലിനിക്കും നടത്താൻ, നമ്മുടെ പാഷനായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാം. എനിക്കിപ്പോൾ ഇതൊക്കെയാണ് പറ്റുക, ഞാൻ അതാണ് ചെയ്യുന്നത്. ഞാൻ ഇനിയും അത് പഠിച്ച കാര്യം ഒരിക്കലും ഞാൻ ഒന്നും വേസ്റ്റ് ആക്കാറില്ല, അത് ഉപയോഗിക്കാറ് തന്നെ ഉള്ളൂ. ഇപ്പം ഞാനൊരു മെഡിക്കൽ സ്ക്രൈബിങ് ചെയ്തിരുന്നു, പക്ഷെ എനിക്കത് ജോലി ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതിലൂടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടൈപ്പിംഗ് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പഠിച്ചതാണ്. ഞാൻ നന്നായിട്ട് ടൈപ്പ് ചെയ്യും. അപ്പോൾ അത് എനിക്കൊരു സ്കില്ലാണ് അല്ലേ. ഇപ്പോൾ ഇത് പഠിച്ചാൽ ഇത് എനിക്ക് സ്കില്ലാണ്. ആക്രിലിക് പെയിൻറ്റിങ് ചെയ്ത് അതെനിക്ക് സ്കില്ലാണ്. എല്ലാം എൻ്റെ സ്കിൽസാണ്. സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യണം. നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോവണം. ഓക്കെ, ഇന്നല്ലെങ്കിൽ നാളെ സക്സസ്ഫുൾ ആവും. ഈ ഒരു ഫീൽഡ് നിങ്ങൾക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിലാവും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് മോട്ടിവേഷണൽ സ്പീക്ക് കുറച്ച് കൂടി പോയല്ലേ. ഞാനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ കുറച്ച് പണിയാണ്. പക്ഷെ ഓവറായിട്ട് സംസാരിക്കുന്ന ഒരു ടൈപ്പും അല്ല. കുറച്ച് ബുദ്ധിമുട്ടാണ്, സോഫ്റ്റ് സ്പോക്കൺ ആണ്. എനിക്കിങ്ങനെ ബഹളം ഉണ്ടാക്കി സംസാരിക്കാൻ അറിയില്ല. കുറച്ച് സമാധാനത്തിൽ സംസാരിക്കാനേ എനിക്കറിയുള്ളൂ. പക്ഷെ സാരമില്ല അല്ലേ, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് അല്ലേ. അവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്നെപ്പോലെ അല്ലേ. അപ്പോൾ ഉപകാരപ്പെടുന്നുണ്ടെന്ന് കരുതണു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അതുവരെ ബൈ.